കൽപ്പറ്റ MLA ടി സിദ്ദിഖിനെതിരെയാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം കൽപ്പറ്റയിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം NM വിജയന്റെ മരുമകളുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പ്രതിഷേധം MLA ഓഫീസിലേക്ക് നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ മറ്റൊരു വലിയൊരു പ്രതിഷേധം കൂടി കൽപ്പറ്റ നഗരത്തിൽ തീർന്നത്. എന്തുകൊണ്ടാണ് MLAക്കെതിരെ പ്രതിഷേധം? അതായത് വയനാട് ജില്ലയിലെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതകത്തിന്റെ നേതൃത്വമായി പ്രവർത്തിക്കുന്ന ആളാണ് ടി സിദ്ദിഖ്. ആ ടി സിദ്ദിഖിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ അങ്ങാടിയിൽ നടക്കുന്നത്. വയനാട് ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നിരവധി കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ ആത്മഹത്യ ചെയ്ത ആളുകളെ സംരക്ഷിക്കേണ്ടതിന് പകരം വേട്ടക്കാരുടെ നിൽക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടാണ് ടി സിദ്ദിഖ് സ്വീകരിക്കുന്നത്. അതിനെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പ്രതിഷേധം കൽപ്പറ്റ ടൗണിൽ നടക്കുന്നത്. CPM കള്ളപ്രചരണം നടത്തുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്കുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. കാരണം പത്മജ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്, സിദ്ദിഖ് ഇടനിലക്കാരനായി നിന്നുകൊണ്ട് മുൻപ് NM വിജയൻ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് 2.5 കോടി രൂപയാണ് അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ നേതാക്കളെ സംരക്ഷിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ബാധ്യതയുള്ളത്. പക്ഷേ ഒരു 20 ലക്ഷം രൂപ കൊടുത്ത് തടി തപ്പാൻ ആവശ്യമായിട്ടുള്ള നിലപാടാണ് ടി സിദ്ദിഖ് സ്വീകരിച്ചത്. ബാക്കി പൈസ ടി സിദ്ദിഖ് എന്ത് ചെയ്തു എന്ന് പറയാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ചോദിക്കാനുള്ളത്. ഇത് തുടക്കം മാത്രമാണ്. ഡിവൈഎഫ്ഐ എന്നൊരു തുടക്കം മാത്രമാണ്. അതിശക്തമായിട്ടുള്ള സമരങ്ങൾ ഡിവൈഎഫ്ഐ തുടർന്ന് കൊണ്ടുപോകും. ഇതൊരു സൂചനാ സമരം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം കോൺഗ്രസിനെതിരെയും കൽപ്പറ്റ MLAക്ക് നേരെയും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഡിവൈഎഫ്ഐ ഇതിലൂടെ പറയുന്നത്.